കൽപ്പന, ഇത്രയും കാലത്തെ ശാപത്തിന് മോക്ഷം കിട്ടി. ഞാനിന്ന് നടക്കും, തന്റെ ഒപ്പം നടക്കും. സൂര്യ, ഞാൻ പറഞ്ഞാലും ചെയ്തതിനൊക്കെ മാപ്പ്. സൂര്യ നടക്കണം, പഴയതുപോലെ ആവണം. വാ, നടക്ക്. ആ, അങ്ങനെ മതി. പതുക്കെ പതുക്കെ. ആ, മെല്ലെ മെല്ലെ. ഞാൻ പിടിച്ചിട്ടുണ്ട്. ഏട്ടാ, എടാ കണ്ടോ, ഏട്ടൻ നടക്കുന്നുണ്ടോ? ഏട്ടന് ഓടാനും ചാടാനും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവൂട. വാ, നടക്ക്. വെളുപ്പിനെ കാണുന്ന സ്വപ്നം ഫലിക്കൂന്നല്ലേ പറയുന്നത്? ഫലിക്കും. സൂര്യ എഴുന്നേറ്റ് നടന്നേ പറ്റൂ. എനിക്ക് സൂര്യയുടെ കുഞ്ഞിനെ പ്രസവിക്കണം. അപ്പോ ആ കുഞ്ഞായിരിക്കും കണിമംഗലത്തിന്റെ ഇനിയുള്ള അവകാശം. വരുൺ, എന്താ നീ കിടന്നില്ലേ ഇതുവരെ? ഇല്ലച്ചാ, കുറച്ച് കഴിയട്ടെ. പ്രിയങ്കയുടെ കൂടെ ആ മുറി കിടക്കാൻ ബുദ്ധിമുട്ടായിട്ടാണോ നീ ഇവിടെ വന്ന് കിടക്കുന്നത്? അയ്യോ, ആര് പറഞ്ഞു? പറഞ്ഞത് ഞാനാ. വരുൺ എന്നോട് വഴക്കിട്ട് പോന്ന ഞാനിവിടെ അച്ഛനോടും അമ്മയോടും അല്ലാതെ വേറെ ആരോടാ പറയാ? എന്താടാ ഇതൊക്കെ? കാര്യങ്ങൾ അല്പം ഭേദപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോ അത് കൂടുതൽ കൂടുതൽ വഷളാക്കാനാണോ നിന്റെ ഉദ്ദേശം? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അത് പറഞ്ഞ് പരിഹരിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. പത്മിനി, ഇരിക്കെ. അല്ല സാർ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരാതെ അച്ഛനോട് വന്നിരിക്കാറില്ലേ? അത് അമ്മയായിട്ട് വഴക്കിട്ടിട്ടാണോ, അതോ അമ്മ ഇഷ്ടമില്ലഞ്ഞിട്ടാണോ? ദേ, നിന്റെ ന്യായമൊക്കെ കൊള്ളാം. അച്ഛൻ ഇന്ന് വരെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും വഴക്കിട്ടിട്ടില്ല. അങ്ങനെയാണോ നിങ്ങൾ തമ്മില്? അതുകൊണ്ടാ അച്ഛൻ പറഞ്ഞത് എന്താ കാര്യമെന്ന് കേട്ടിട്ട് അത് പരിഹരിക്കാന്ന്. എന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. എനിക്ക് വരുണിനെ സ്നേഹിച്ച് വരുണിനൊപ്പം ജീവിക്കണമെന്ന് തന്നെ ആഗ്രഹം. വരുണിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അച്ഛൻ ചോദിച്ചു നോക്ക്. എടാ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകളൊക്കെ സാധാരണ കാര്യമാണ്. അതെങ്ങനെ നമ്മൾ പരിഹരിക്കുന്നു എന്നതാണ് പ്രധാനം. ദാമ്പത്യ ജീവിതത്തിൽ മറ്റൊരാളെ കൊണ്ട് അഭിപ്രായം പറയിക്കരുത്. അങ്ങനെ മൂന്നാമതൊരാൾ പറഞ്ഞാൽ നമ്മൾ തോറ്റു എന്നാണ് അർത്ഥം. മനസ്സിലായോ നിനക്ക്? ഇതെന്താ എല്ലാവരും എഴുന്നേറ്റ് ഇവിടെ വന്ന് നിൽക്കുന്നേ?
പ്രിയങ്കമോള് ഞങ്ങളെ വന്ന് വിളിക്കായിരുന്നമ്മേ. ഇവൻ പ്രിയങ്കമോളോട് പിണങ്ങിയിട്ട് ഇവിടെ വന്ന് കിടക്കുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശി. സ്നേഹിക്കാൻ ശ്രമിക്കുന്നത് കുറ്റമാണെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ കാര്യങ്ങളും ഇവൻ അമ്മയോടല്ലേ ഡിസ്കസ് ചെയ്യാറുള്ളത്. അമ്മയ്ക്കെന്താ ഇവനോട് പറഞ്ഞു തിരിക്കാൻ? എന്നാ ഇതൊക്കെ ഒന്ന് അവസാനിക്കുന്നത്? ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചാ മതിയല്ലോ. കാര്യം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് ഞാനിത് തീർത്തോളാം. നിങ്ങളാരും ഉറക്കം കളയണ്ട. അല്ല അമ്മേ, നീ പോയി കിടന്നുറങ്ങ്. ഞാനൊരു കാര്യം പറഞ്ഞ ഇവൻ അനുസരിക്കാതിരിക്കില്ല. ആ വിശ്വാസം ഉണ്ടോ നിനക്ക്? അത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ദേ, ഇനി ഇതുപോലുള്ള അവസ്ഥ ഉണ്ടാവരുത്. പ്രിയങ്കമോളുടെ കണ്ണീര് ഈ വീട്ടിൽ വീഴരുത്. മോളെ പ്രിയങ്ക, മോള് മുറിയിലേക്ക് ചെല്ലുക, അവൻ വരും. ചില കാര്യങ്ങളിൽ നല്ല കാര്യവിവരമുണ്ട് ഇവന്, ചില കാര്യങ്ങളിൽ കുട്ടിക്കളി. വാ നമുക്ക് പോവാം. കാര്യം എന്താണെന്നറിയോ മുത്തശ്ശിക്ക്? എന്താ? എന്റെ ജീവിതത്തിൽ ഇനി സിനിമയെന്നൊരു ആഗ്രഹമില്ല. വെറും ഇഷ്ടപ്പെട്ടൊരു ഭാര്യയാവാന്നല്ലാതെ വേറെ ലക്ഷ്യമില്ല. വരുൺ, എല്ലാം മറക്ക, നമുക്ക് ജീവിക്കാൻ തുടങ്ങാം. അവളുടെ മനസ്സിൽ ഒരു പക്ക ക്രിമിനൽ ഒളിച്ചിരിപ്പുണ്ട്. സ്നേഹം കാണിച്ചാലും ദേഷ്യം കാണിച്ചാലും സൂക്ഷിക്കണം. അത്രയ്ക്ക് അപകടകാരിയാണ്. നീ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇനി നിന്നോടുള്ള അവളുടെ പെരുമാറ്റവും ഇങ്ങനെ തന്നെ ആയിരിക്കും. അവളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് അറിയൂ? നിന്നിൽ നിന്ന് അവക്കൊരു കുഞ്ഞു വേണം. കണിമംഗലത്തിന്റെ സർവ്വസമ്പത്തിനും അവകാശിയായിട്ട്. അത് നേടിയെടുക്കാനുള്ള അടവാ. അതിനുവേണ്ടി കുഞ്ചു കുഴയം വന്നാലേ അടിച്ചു കൊല്ലും ഞാൻ അവളെ. ബുദ്ധിയില്ലായ്മ പറയരുത്. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. പരമേശ്വരനോ പത്മിനിക്കോ അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ അവളെ തടയാൻ ശ്രമിക്കുന്നത് അപകടം. എന്ന് കരുതി ഞാനത് സഹിക്കണോ? ആര് പറഞ്ഞു അത് സഹിക്കാൻ? അവള് നിന്നെ വീഴ്ത്താനുള്ള തന്ത്രം കാണിക്കുമ്പോ അതിനേക്കാൾ മികച്ച തന്ത്രത്തിൽ അത് നേരിടണം. അവള് നിന്നെ കളിപ്പിക്കുകയാണെന്ന് അവക്ക് തോന്നിക്കോട്ടെ. അതിന്റെ ഒടുവില് കളിപ്പീര് പറ്റുന്നത് അവക്കായിരിക്കണം. അത് കൊള്ളാം. ഇത് എവിടുന്ന് കിട്ടുന്ന ഇതൊക്കെ ഈ വയസ്സം തലയില്? ഇനി എന്തായാലും ഞാനത് ഏറ്റു. അതെ, നീ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യമുണ്ടല്ലോ, അത് നടത്തി കിട്ടണമെങ്കില് ഒരുപാട് കല്ലും മുള്ളും ഒക്കെ ചവിട്ടേണ്ടി വരും. അതിന് മനസ്സുണ്ടെങ്കിലേ തുനിഞ്ഞിറങ്ങാൻ പാടുള്ളൂ. എന്റെ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കാനാണെങ്കിൽ ഒരു കല്ലും മുള്ളും എനിക്ക് പ്രശ്നമല്ല. മുത്തശ്ശി നോക്കിയോ, പ്രിയങ്കയുടെ മുമ്പിൽ എന്തൊക്കെയാണ് ഞാൻ ഒരുക്കാൻ പോകുന്ന തന്ത്രങ്ങളെന്ന്. ഇന്നലെ അമ്മ എപ്പോഴാ കിടന്നത്? നിങ്ങള് പോയില്ലേ? അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാനും പോയി കിടന്നു. അമ്മ എന്താ വരുണിനോട് പറഞ്ഞത്? അവനെന്താ പറഞ്ഞേ? എന്റെ പത്മിനി, നീ ഇപ്പോഴും അത് തലയിലിട്ടുകൊണ്ട് നടക്കുകയാണ്. പിള്ളേരുടെ കാര്യം ഇങ്ങനെയൊക്കെയാ. അവര് പെട്ടെന്ന് അതൊക്കെ മറക്കും.
രാധിക മോൾ അകത്തുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു കാര്യവും ചോദിക്കേണ്ടി വരില്ല. കൃത്യസമയത്ത് എത്തിക്കോളൂ. എന്താ വേണ്ടെന്ന് വെച്ചാൽ. എന്താ മോളെ? എനിക്ക് എല്ലാവരോടുമായി ഒരു കാര്യം പറയാനുണ്ട്. പിന്നെന്താ, പറഞ്ഞോളൂ. പറയും മോളെ. സൂര്യയുടെ കാര്യം. സൂര്യയുടെ കാര്യത്തില് എന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ സൂര്യയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. സൂര്യയുടെ അവസ്ഥ നോക്കാതെ ചില നേരത്ത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സൂര്യ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മോളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോഴൊക്കെ എന്നോട് തർക്കിക്കായിരുന്നില്ലേ? അതെ മുത്തശ്ശി, അതാ ഞാൻ പറഞ്ഞത്, തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന്. എനിക്കതിനൊക്കെ പ്രാശ്ചിത്യം ചെയ്തേ പറ്റൂ. പ്രായശ്ചിത്തം? നമ്മുടെ ബന്ധുക്കൾ ഒരുപാട് അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടില്ലേ ഈ അവസ്ഥയിൽ സൂര്യ ഉപേക്ഷിച്ച് ഞാൻ പോയി കളയുമെന്ന്. അങ്ങനെ ഞാൻ പോകാതിരുന്നത് ഉള്ളിൻ്റെ ഉള്ളില് സൂര്യയോടുള്ള സ്നേഹം കൊണ്ടാ. എനിക്ക് ഈ ജന്മത്തില് സൂര്യ അല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല. അച്ഛാ, ഞാൻ പറയുന്നൊരു കാര്യം അച്ഛൻ അനുവദിച്ചു തരണം. കാര്യം എന്താന്ന് പറയൂ കുട്ടി. കഴിഞ്ഞ ദിവസം ഊണ് കഴിക്കുമ്പോൾ സൂര്യയുടെ ചികിത്സയുടെ കാര്യം സംസാരിച്ചില്ലേ? അപ്പോൾ രാധിക പറഞ്ഞല്ലോ, രാധികയുടെ അച്ഛൻ്റെ പരിചയത്തിൽ ഏതൊരു വൈദ്യനുണ്ടെന്ന്, അദ്ദേഹം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നൊക്കെ. അദ്ദേഹത്തെ നമുക്കൊന്ന് വിളിച്ചാലോ? സൂര്യയുടെ ചികിത്സ ഏറ്റെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ചോദിച്ചാലോ? മോള് കാര്യമായിട്ടാണോ ഈ പറയുന്നത്? അതെ അമ്മേ, എന്റെ വലിയ ആഗ്രഹം സൂര്യ ഒന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന്. എന്നിട്ട് സൂര്യയോടൊപ്പം കൊതി തീരുവോളം ജീവിക്കണമെന്ന്. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പിറക്കണം. ചികിത്സയുടെ കാര്യത്തിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഒന്നും നേർവഴിക്ക് നടന്നില്ലെങ്കിൽ പിന്നെ നിരാശപ്പെടേണ്ടി വരില്ലേ? എനിക്ക് എന്തോ ഒരു വിശ്വാസം തോന്നുന്നുണ്ട് അച്ഛാ. സൂര്യ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. മോളെ രാധികേ, നീ അച്ഛനെ വിളിച്ച് ചോദിക്കേ. അതിനെന്താ അമ്മ, ഞാൻ ഇപ്പൊ തന്നെ ചോദിച്ചോളാം. എത്രയും പെട്ടെന്ന് വൈദ്യന് വരുത്താനുള്ള ഏർപ്പാടും ഉണ്ടാക്കാം. തീരുമാനം എന്തായാലും നന്നായി. അച്ഛാ, സൂര്യ ചിലപ്പോ താല്പര്യക്കുറവ് കാണിച്ചെന്നിരിക്കും. അത് ഞാൻ പറഞ്ഞോളാം. മോളെ കൽപ്പന, മരുന്നുകൊണ്ട് മാത്രം പ്രയോജനം ഉണ്ടാവണമെന്നില്ല. മനസ്സറിഞ്ഞ് ഭഗവാനോടുള്ള പ്രാർത്ഥന ഉണ്ടാവണം. നിന്റെ ആ പ്രാർത്ഥനയാവും എന്റെ മോനെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചോളാം അമ്മേ. എത്ര വലിയ വ്രതം വേണമെങ്കിലും എടുത്തോളാം. എനിക്കെന്റെ സൂര്യ തിരിച്ചു വേണം. പത്മിനി, ഇതൊരു വല്ലാത്ത മാറ്റമാണല്ലോ. പിന്നല്ലാതെ ഈശ്വരൻ തോന്നിപ്പിച്ചതാവും കൽപ്പനയ്ക്ക്. അതെ അതെ, ഈശ്വരൻ തോന്നിപ്പിച്ചത് തന്നെ അല്ലേ രാധിക മോളെ? അതെ അതെ. മോളി ചെന്ന് അച്ഛനെ വിളിച്ച് കാര്യം പറ. എന്നാ ഞാൻ സൂര്യയുടെ അടുത്തേക്ക് ചെല്ലട്ടെ.
രാധികയുടെ കാര്യങ്ങള് ഭദ്രമായി. ഇനിയിപ്പോ വരുണിന്റെ കാര്യം കൂടി ഭദ്രമാക്കണം. മോളെ രാധികെ, വൈദ്യൻ ഇപ്പൊ എത്തും. വന്നിട്ട് എന്താ പറയുക, എന്താ ചികിത്സ എന്നൊന്നും നിശ്ചയമില്ല. ഒക്കെ നീ കണ്ടറിഞ്ഞു നിന്നോളണം. അതിന്റെ കാര്യത്തിൽ അച്ഛൻ പേടിക്കൊന്നും വേണ്ട. ഇതിന്റെയൊക്കെ സ്പെഷ്യലിസ്റ്റ് അല്ലേ രാധിക? അതെന്താടാ, രാധികയ്ക്ക് രോഗികളെ നോക്കലായിരുന്നോ പണി? ഏയ് അതല്ലേ ഏട്ടാ, ഓരോ കാര്യത്തിലും ഇയാളുടെ ആത്മാർത്ഥത കാണുന്നോണ്ട് പറഞ്ഞു പോയതാ. വീണ്ടും ഒരു പരീക്ഷണം അല്ലേടാ? അതെ, പരീക്ഷണം തന്നെയാ. പക്ഷേ ഇപ്പൊ ദേ ഈ നിൽക്കുന്നവര് മുഴുവൻ ആ പരീക്ഷണത്തിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? രാധികയുടെ ഭക്തിയിലുള്ള വിശ്വാസം അല്ലേ അമ്മേ? അതെ, പ്രാർത്ഥനയും മരുന്നും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം. എല്ലാം മാറും. സൂര്യ, എത്രയോ ചികിത്സകൾക്ക് നമ്മൾ പോയിരിക്കുന്നു. അപ്പൊ ഒന്നും തോന്നാത്തൊരു കോൺഫിഡൻസ് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. അദ്ദേഹം വന്നു. അദ്ദേഹം വന്നു. നമസ്കാരം വൈദ്യരെ. നമസ്കാരം. അകത്തേക്ക് വരൂ. ശരി, ആയിക്കോട്ടെ. വരൂ. ആ, ഇക്കൂട്ടത്തിൽ ദേവനാരായണന്റെ മകളാരാ? ഈ കുട്ടിയാ. ആ, ദേവനാരായണനുമായിട്ട് കുറെ വർഷങ്ങളുടെ അടുപ്പമാണ്. അയാൾ സംസാരിക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ പറയുക കുട്ടിയെക്കുറിച്ചാണ്. സംഭവിച്ച അപകടത്തിന്റെ കാര്യമൊക്കെ ദേവനാരായണൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ. പെട്ടെന്നൊരു മാറ്റമുണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ ചിട്ടയായ മാറ്റത്തിലൂടെ മാറ്റമുണ്ടാവുകയും ചെയ്യും. ഞാൻ എൻ്റെ ചികിത്സ ആരംഭിക്കണമെങ്കിൽ എനിക്ക് ആദ്യം വേണ്ടത് രോഗിയുടെ പരിപൂർണമായ സമ്മതമാണ്. എന്നുവെച്ചാൽ എഴുന്നേറ്റ് നിൽക്കണം, നടക്കണം എന്ന ഇയാളുടെ ആഗ്രഹം പോലെയായിരിക്കും ചികിത്സ ഫലിക്കുന്നതിൻ്റെ വേഗതയും. ഞാൻ എന്ത് സഹിക്കാൻ തയ്യാറാ? ഈ ഇരിപ്പിൽ നിന്ന് ഒരു മോചനം കിട്ടിയാൽ മതി. തുടർച്ചയായ ചികിത്സ വേണ്ടിവരും. ഇവിടെ ആവശ്യത്തിന് ആൾക്കാരുണ്ടല്ലോ അല്ലേ? എന്താ വേണ്ടേന്ന് വെച്ചാ പറഞ്ഞാ മതി അല്ലേ അമ്മ? സുമാര, കിഴിയും ധാരയും വേണ്ടിവരും. എഴുതിയെടുത്തോളൂ. എരിക്കിൻ തോലോട്, മുരുക്കിൻ തോലിക, കറുത്ത ചുണ്ടവേര്, തേക്കട, ചെന്നിനായകം,
ചെത്തി കീഴ്ക്കുല, ചെത്തിവേര്, കൊടുവേലി ഇതൊക്കെ ശുദ്ധമായ പശുവിൻ പാലിൽ വേവിച്ച് വറ്റിച്ച് കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കണം. മനസ്സിലായോ? എങ്കിലിനി കിഴിക്കും ധാരയ്ക്കും വേണ്ട കാര്യങ്ങളും മരുന്നുകളും സംഘടിപ്പിക്കാൻ നോക്കുക. എല്ലാത്തിനും ബിജു കൂടെ ഉണ്ടാവും. ഇപ്പൊ എങ്ങോട്ടാ പോകണ്ടേ? അങ്ങാടി മരുന്ന് കടയിൽ വരെ. ആ വരും, പോയിട്ട് വരാം. വൈദ്യരെ, വേറൊന്നും തോന്നല്ലേ? ഞങ്ങളെല്ലാവരും വലിയ പ്രതീക്ഷയല്ല. ഏട്ടൻ്റെ കാര്യത്തിൽ അങ്ങേക്ക് എന്താ തോന്നുന്നത്?